തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ്. എൻ്റെ തലയിൽ കുറേ വർഷങ്ങളായി ഒരു മുഴയുണ്ട്. 6 മാസം മുമ്പ് നാട്ടിൽ വന്നപ്പോൾ സ്കാൻ ചെയ്തു. തലയോട്ടിയുടെ ഒരു ചെറിയ ഭാഗം ദ്രവിച്ചു പോയിരിക്കുകയാണെന്നും ക്യാൻസർ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടെന്നും സർജറി ഉടൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഭയപ്പെട്ട് സർജറി ചെയ്യാതെ ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങി. സൗഖ്യം കിട്ടുന്നതിനായി ഞാൻ പല വിധത്തിലും പരിശ്രമിച്ച് നോക്കി. എന്നാൽ എൻ്റെ രോഗം മൂർച്ഛിച്ചു. 2008 ഏപ്രിൽ മാസം 11-ാം തീയതി ഞാൻ വീണ്ടും നാട്ടിലേക്ക് വരികയും ഓപ്പറേഷൻ ചെയ്യുന്നതിന് ധൈര്യം കിട്ടാൻ വേണ്ടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് അട്ടപ്പാടിയിൽ ധ്യാനം കൂടുകയും ചെയ്തു. ധ്യാനത്തിൻ്റെ ഇടയിൽ ആരാധനയുടെ സമയത്ത് തലയിൽ മുഴയുള്ള സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു. ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഈ തവണ നാട്ടിലേക്ക് വന്നത്. ധ്യാനം കഴിഞ്ഞ് ഞാൻ നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ന്യൂറോ സർജനെ കണ്ട് MRI സ്കാൻ എടുത്തു. എൻ്റെ ഓപ്പറേഷൻ സംബന്ധമായ മറ്റ് നടപടിക്രമങ്ങളും ഞാൻ എടുത്തു. എന്നാൽ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് രോഗമില്ലെന്നും നേരത്തെ ഉണ്ടായിരുന്ന മുഴ അപ്രത്യക്ഷമായിരിക്കുന്നുവെന്നും തലയോട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും വിട്ടുമാറിയെന്നും ഡോക്ടർമാർ എനിക്ക് വിധി എഴുതി തന്നു. ഞാൻ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോർജ് ജോസഫ് ഈ വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം നേരിട്ട് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പിറ്റേ ആഴ്ച സാക്ഷ്യപ്പെടുത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ സൗഖ്യത്തിൻ്റെ വിശദ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫുൾ അഡ്രസ്സ് വെച്ച് ഇവിടെ എഴുതി തരികയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുറേ വർഷങ്ങളായി തലയിലെ പുറത്തു ഭാഗത്ത് വലിയൊരു മുഴ. ആ മുഴയോർത്ത് അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ കാണിച്ച് ചികിത്സിച്ച വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ ക്യാൻസർ ബാധിച്ച മുഴയാണെന്നും തലയോട്ടി പോലും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉടനടി ഓപ്പറേഷൻ ചെയ്ത് വേണ്ട നടപടി എടുക്കണമെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിൻ്റെ ഉപദേശം. ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന് ഭയപ്പെട്ട് അദ്ദേഹം ഒന്നും കൂട്ടാക്കാതെ വേഗം മടങ്ങി വീണ്ടും നാട്ടിലേക്ക് പോയി. എന്നാൽ വീണ്ടും അത് വർദ്ധിച്ച് അങ്ങനെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 2008 ഏപ്രിൽ 11-ാം തീയതി നാട്ടിലേക്ക് മടങ്ങി വന്നു. ഈ തവണത്തെ വരവ് തലയിലെ ഈ മുഴ, ക്യാൻസർ ബാധിതമായ ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണമെന്ന് ഉദ്ദേശത്തോടു കൂടെയാണ് അദ്ദേഹം മടങ്ങി വന്നത് കുവൈറ്റിൽ നിന്ന്. എന്നാൽ അതിന് ധൈര്യം കിട്ടാൻ വേണ്ടി ഒരു ധ്യാനം കൂടി അതിനുശേഷം ചെന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ നേരത്തെ പരിശോധിച്ച ഡോക്ടർമാർ തന്നെ ഈ രോഗത്തെ വീണ്ടും പരിശോധിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു മുഴയും കാണാനില്ല, അങ്ങനെ രോഗവും കാണാനില്ല, ഒരു ഗുളിക പോലും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് പറഞ്ഞയച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വിശുദ്ധ ലിഖിതങ്ങളിൽ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പേര് ചൊല്ലി വിളിച്ചുണർത്തി വചന കൂട്ടായ്മയിലേക്ക് ഇരുത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഈ പ്രഭാതം, ഈ നിമിഷങ്ങൾ, ഈ സമയം അനുഗ്രഹത്തിൻ്റെ സമയമാകട്ടെ. എല്ലാ മന്ദതയും വിട്ടുപോകട്ടെ, എല്ലാ മരവിപ്പ് മാറിപ്പോകട്ടെ, എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ. ദൈവത്തിൻ്റെ വചനം കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ കർത്താവേ. എല്ലാ ആത്മീയ മന്ദതയും ആത്മീയ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുർബാധകളും ദുർഭൂതങ്ങളും യേശുവിൻ്റെ അത്ഭുത നാമശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. രോഗികളായി കിടക്കമേൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് നിറയട്ടെ. രോഗാവസ്ഥയോടെ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്നവർ ഇപ്പോൾ വലിയ വിടുതൽ അനുഭവിക്കട്ടെ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ ആരെങ്കിലും തടസ്സം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ വിട്ടുമാറി ദൈവജനം ഇപ്പോൾ അഭിഷേകം പ്രാപിച്ച് ഉണർന്നെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഇടപെടലിനെ കുറിച്ച് ഒരു രംഗം നമുക്ക് വായിക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങൾ. മത്തായി 9-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. ദാവീദിൻ്റെ പുത്രാ യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവർ യേശുവിനെ അനുഗമിച്ചു. യേശു ഭവനത്തിലെത്തി. അപ്പോൾ ഭവനത്തിലെത്തുന്നത് വരെ ഈ 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഭവനത്തിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ 2 കണ്ണുകളും ഈശോ തുറന്നു കൊടുത്തു. അപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ യേശുവിന് എൻ്റെ ഈ ദുർപീഡകളിൽ നിന്ന്, എൻ്റെ ഈ അന്ധതയിൽ നിന്ന് വിടുവിക്കാൻ എൻ്റെ യേശുവിന് കഴിയും എന്ന് അവർ വിശ്വസിച്ച് യേശുവിനെ വിളിച്ചപേക്ഷിച്ച്, ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകണമേ എന്നാണ് അവർ വിളിച്ചപേക്ഷിച്ചത്. മകനെ, മകളെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നീ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നീ ഇന്ന് ആ കാഴ്ചയില്ലായ്മയുടെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് യേശുവേ എൻ്റെ കണ്ണിന് കാഴ്ച തരണമേ എന്ന് വിളിച്ചപേക്ഷിക്കണം. നീ ഇന്ന് വേറെ രോഗപീഠകളുടെ പിടിയിലാണെങ്കിൽ, ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലാണെങ്കിൽ ആ രോഗാവസ്ഥയിൽ നിന്ന് യേശുവേ എൻ്റെ ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നീ സാമ്പത്തിക കടബാധ്യതയിൽ ഞെരുക്കത്തിലിരിക്കുകയാണെങ്കിൽ ആ ഞെരുക്കത്തിന് നടുവിലിരുന്ന് വിശ്വാസത്തോടെ യേശുവേ ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കണം. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. യേശുവിന് ഇത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ അത്ഭുത വിടുതലുണ്ട്. കാരണം യേശു ക്രിസ്തു വിടുതൽ നൽകുന്ന കർത്താവത്രേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു വിടുതൽ നൽകുന്ന കർത്താവത്രേ. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 26-ാം വാക്യം. റോമ 11:26. സിയോനിൽ നിന്ന് വിമോചകൻ വരും, സിയോനിൽ നിന്ന് വിമോചകൻ വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിമോചകൻ എന്ന് പറഞ്ഞാൽ വിടുവിക്കുന്നവൻ എന്നാണ് അർത്ഥം. വിമോചകൻ എന്ന് പറഞ്ഞാൽ വിടുവിക്കുന്നവൻ എന്നാണ് അർത്ഥം. വിടുതൽ നൽകുന്നവൻ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു തകർച്ചയിലിരിക്കുന്ന ഒരു വ്യക്തിയെ വിടുവിക്കുന്നവനാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ യേശു ക്രിസ്തു വ്യക്തമാക്കുന്നത്. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ ആമുഖത്തിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചന ഗ്രന്ഥം വായിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു.
ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. വലിയൊരു വിടുതലിൻ്റെ ആത്മാവാണ് തൻ്റെ മേൽ ഇരിക്കുന്നതെന്ന് യേശു ക്രിസ്തു ലോകത്തോട് പ്രഖ്യാപിച്ച്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചില്ലേ? ഹല്ലേലൂയ. പ്രിയ മകനെ, മകളെ, നിന്റെ തകർച്ചയിലിരുന്ന് ഇതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ യേശുവിന് കഴിയുമോ എന്ന് സംശയിക്കരുത്. ഇതിൽ നിന്ന് എൻ്റെ യേശുവിന് വിടുവിക്കാൻ കഴിയും എന്ന് നീ വിശ്വസിക്കണം. പണ്ട് 2000 വർഷം മുമ്പ് യേശു പലർക്കും വിടുതൽ കൊടുത്തു. പക്ഷേ ഇന്ന് വിടുതൽ കൊടുക്കുമോ എന്ന് നീ സംശയിക്കരുത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് യേശുവിനെ വിളിച്ച സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മെൽവിൻ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തൃശ്ശൂരാണ് എൻ്റെ വീട്. എൻ്റെ വലത് കൈയുടെ കൈപ്പത്തിയിൽ 15ഓളം അരിമ്പാറകൾ ഉണ്ടായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു, ഒട്ടും കുറവുണ്ടായില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഷാലോം ചാനലിലൂടെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. ഞാൻ ഡിസംബറിലെ ആദ്യത്തെ ആഴ്ച ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ കൈപ്പത്തിയിലെ അരിമ്പാറകളെല്ലാം താഴ്ന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ആ അനുഭവമാണ് തൃശ്ശൂർ എന്നുള്ള മെൽവിൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേദന, വലത് കൈയിൽ 15ഓളം അരിമ്പാറകൾ. അത് വർഷങ്ങളോളം വഹിച്ച് നടന്ന് ഇത് ഈ വ്യക്തിയുടെ മനസ്സിന് എത്രയോ സംഘർഷവും വേദനയുണ്ടാക്കി. ആർക്കെങ്കിലും ഷെയ്ക്കൻഡ് കൊടുത്താൽ ആ ഷെയ്ക്കൻഡ് കിട്ടുന്നയാളുടെ പ്രതികരണം കാണുമ്പോൾ ഈ മനുഷ്യൻ്റെ വേദന എന്താണ്? അദ്ദേഹം ഈ വർഷങ്ങളെല്ലാം ആ വേദന സഹിച്ച് നടന്നപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ വ്യക്തിയും വിശ്വാസത്തോടെ യേശുവേ, എൻ്റെ ഈ ദുഃഖത്തിലേക്ക് ഇടപെടണമേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിച്ച് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരേ ആൾ തന്നെ. യേശു ക്രിസ്തു ആ മകൻ്റെ ആ അരിമ്പാറകൾ ആ കൈകളിൽ നിന്ന് താഴ്ത്തി കൊടുത്ത് അപ്രത്യക്ഷമാക്കി കൊടുത്ത് സൗഖ്യം നൽകി. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. ആ വ്യക്തി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകളുടെ പേര് നീതു. അവൾ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുന്നു. അവൾക്കിപ്പോൾ 21 വയസ്സുണ്ട്. അവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തലയിൽ പേൻശല്യം തുടങ്ങിയതാണ്. നമ്മൾ എത്ര ചീകി കളഞ്ഞാലും അതിൻ്റെ ഇരട്ടിയാവും പിറ്റേന്ന് നോക്കുമ്പോൾ. കുടുംബസമേതം ഞങ്ങൾ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ഡിസംബർ 23 മുതലുള്ള ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ പങ്കുചേർന്നത്. അവിടെ പ്രാർത്ഥനയുടെ സമയത്ത് മകളുടെ തലയിലെ പേൻ വിട്ടുപോകാൻ വേണ്ടി അവൾ കരഞ്ഞ് യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചു. അതിനുശേഷം ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോയി. മകൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളെ സന്തോഷത്തോടെ വിളിച്ച് അറിയിച്ച സംഗതി ഇതാണ്: ഇപ്പോൾ ഒറ്റ പേൻ പോലും തലയിൽ ഇല്ല. ഹല്ലേലൂയ. ഈശോ ആ മകളുടെ കണ്ണുനീര് കണ്ട് ആ മകളെ കടാക്ഷിച്ച് ആ മകളുടെ ദുഃഖത്തിൽ ഇടപെട്ട് സൗഖ്യം കൊടുത്ത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ റോമാലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിങ്ങനെയാണ്: തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ധന്മാർ യേശുവിനെ വിളിച്ചു, അവർക്ക് കാഴ്ച കിട്ടി. മുടന്തന്മാർ യേശുവിനെ വിളിച്ചു, അവർക്ക് നടക്കാൻ, അവർക്ക് കാലിന് ശേഷി കിട്ടി. മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടി. കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചു, അവർക്ക് സൗഖ്യം ലഭിച്ചു. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദനയിരുന്നവർ യേശുവിനെ വിളിച്ചു, അവരുടെ ദുഃഖത്തിലേക്ക് യേശുവിൻ്റെ അലിവ്, യേശുവിൻ്റെ മനസ്സലിവ് വ്യാപരിച്ച് അവർക്ക് വിടുതൽ ലഭിച്ചു. അതുപോലെ ഇന്നും ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ദുഃഖത്തിലിരുന്ന്, കടബാധ്യതയിലിരുന്ന്, രോഗത്തിലിരുന്ന് യേശുവിനെ വിളിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ദുഃഖത്തിലേക്ക്, കടബാധ്യതയിലേക്ക്, വേദനയിലേക്ക്, തകർച്ചയിലേക്ക് യേശുവിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കും. യേശുവിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. ഈ വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് ജോസ് താമരശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. 4 മാസം മുമ്പാണ് ഞങ്ങൾ ധ്യാനം കൂടിയത്. ആ ധ്യാനത്തിൽ വെച്ച് ഞങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. വർഷങ്ങളായുള്ള എൻ്റെ മദ്യപാന ശീലം ഈശോ എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും സന്തോഷം കൊണ്ട് നിറച്ചു. കൂടാതെ മറ്റൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ കുടുംബത്തോടെ കൃഷിക്കാരാണ്. എൻ്റെ ചാച്ചൻ ഇന്നും കർഷകനാണ്. ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നവരെല്ലാം ഓരോ രോഗങ്ങൾ ബാധിച്ച് 1 മാസം 2 മാസം കഴിയുമ്പോൾ വീട്ടിൽ നിന്നും പോകുന്ന അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ പണിക്കാർക്ക് പോലും സ്ഥിരമായി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. രോഗങ്ങളും പല ശല്യങ്ങൾ, പട്ടി കടിച്ച്, ദേഹത്ത് അലർജി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, കാലൊടിയുക, ഇങ്ങനെ പല ശല്യങ്ങൾ നിമിത്തം 1 മാസം 2 മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകേണ്ട ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ പണിക്കാർക്ക് സ്ഥിരമായി നിൽക്കാനുള്ള തുറവി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ചാച്ചൻ, ഇവരുടെ അപ്പൻ കൃഷിക്കാരനാണ്.
ആ കൃഷിക്കാരൻ്റെ കുടുംബത്തിൽ പണിക്കാർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. 1 മാസം 2 മാസം കഴിഞ്ഞ് പണിക്കാർ പോകുന്ന അവസ്ഥ. അങ്ങനെ കഠിനമായൊരു ബന്ധനാവസ്ഥ ഇത് വർഷങ്ങളോളം ഈ കുടുംബം അനുഭവിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചത്. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച അവരുടെ കുടുംബത്തിൽ യേശുവിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ ലഭിച്ചു. ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 25-ാം വാക്യം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. യേശു ക്രിസ്തു ചരിത്രത്തിൽ വന്ന് കടന്നുപോയ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഇന്നും അവൻ ജീവിക്കുന്നു. ഞാനും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാനും നിങ്ങൾ വിശ്വാസത്തോടെ അവനെ വിളിച്ചാൽ അവൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അവൻ്റെ നാമത്തിൽ ഇന്നും അത്ഭുതമുണ്ട്. അവൻ്റെ നാമത്തിൽ ഇന്നും സൗഖ്യമുണ്ട്. അവൻ്റെ നാമത്തിൽ ഇന്നും വിടുതലുണ്ട്. അവൻ്റെ നാമത്തിൽ ഇന്നും ബന്ധനങ്ങളിൽ നിന്ന് മോചനമുണ്ട്. കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ മകനെ നീ യേശുവിനെ വിളിക്കുക. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും നീ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. നീ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് കരയുക. ദാവീദിന്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ച 2 അന്ധന്മാർ ക്രിസ്ത്യാനികളായിരുന്നില്ല. അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാമർശന വിഷയമല്ല. എന്നാൽ അവർ ഒരു കാര്യം അവർക്കുണ്ടായിരുന്നു, അവർക്ക് വേദനയുണ്ടായിരുന്നു. അവർക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ആ വേദനയോടെ അവർ യേശുവിനെ വിളിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. വേദനയോടെ യേശുവിനെ വിളിച്ചു. അവരുടെ ആ വേദനയിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച്. കരങ്ങളെ ഉയരട്ടെ. ഏത് അവസ്ഥപ്പെട്ടവനായാലും, ഒരു പാപിയാകട്ടെ, ഒരു തകർന്ന അവസ്ഥയിലാകട്ടെ, ആരുമില്ലാത്തവനാകട്ടെ, നീ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനേക ഇടങ്ങളിലിരുന്ന് വേദനയോടെ അങ്ങനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് അത്യത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, തലമുറകളായ എല്ലാ വിനാശങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ കുടുംബങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാ പ്രാർത്ഥനകൾ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ പ്രവർത്തനങ്ങളുമുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന വഴികളിൽ ഇന്ന് അങ്ങയുടെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മറനാഥാ. അത്ഭുത സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന സമയമാണിത്. ഇതുപോലൊരു ആരാധന നടക്കുമ്പോഴാണ് തലയിൽ മുഴയുള്ള ജോർജ് മാത്യു എന്ന് പറയുന്ന സഹോദരൻ യേശുവേ എന്ന് കുറച്ച് ഉറക്കെ കളഞ്ഞപ്പോൾ യേശു ഈ ആരാധനയുടെ സമയത്ത് ആ വ്യക്തിയുടെ ക്യാൻസർ ബാധിതമായ വർഷങ്ങളോളം തലയിൽ അദ്ദേഹത്തെ അലട്ടിയിരുന്ന മുഴ സുഖപ്പെടുത്തിയത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ട ആ 2 അന്ധയാചകന്മാർ, കർത്താവേ ദാവീദിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ ഇപ്പോൾ 2 കരങ്ങൾ ഉയർത്തി എന്തെല്ലാം വേദനകളാണുള്ളത് ആ വേദനകളിലേക്ക് യേശുവിനെ ഉറക്കെ വിളിക്കുക. ഒരു ഡെലിവറൻസ് പ്രാർത്ഥന കുടുംബങ്ങൾക്ക് വേണ്ടി നൽകുന്ന സമയമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. തലമുറകളായി പൈശാചിക പീഡകളുള്ള കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക പീഡകൾ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുർബുദ്ധിയുള്ള മക്കളിൽ നിന്ന് ദുർപീഡകൾ വിട്ടുപോകട്ടെ. കർത്താവെ, എതിർ ചിന്ത, അനുസരണക്കേട്,
താന്തോന്നിത്തം, വഷള സ്വഭാവം, ചീത്ത കൂട്ടുകെട്ടുകൾ, ദുർവൃത്തി, പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, എതിർചിന്തകൾ, എതിർപ്പ് മനോഭാവങ്ങൾ, ഇങ്ങനെയുള്ള തിന്മകളാൽ ബന്ധിക്കപ്പെടുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലിൻ്റെ അഭിഷേക ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. കർത്താവ് ഇപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അഗതികൾ, അനാഥർ, വിധവകൾ, മക്കളില്ലാത്ത കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വേദനിക്കുന്ന മക്കളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവെ, വേദനിക്കുന്നവരോട് മനസ്സിലുള്ള കർത്താവാണല്ലോ അവിടുന്ന്. കുട്ടികളില്ലാത്ത കുടുംബങ്ങളുടെ കണ്ണുനീര് കാണണമേ കർത്താവെ. ദൈവമേ, ഓരോ തരത്തിലുള്ള മേലധികാരികളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിക്കുന്നു കർത്താവെ. തൊഴിലാളികളെ സമർപ്പിക്കുന്നു കർത്താവെ. ഉദ്യോഗസ്ഥരെ സമർപ്പിക്കുന്നു, കർഷകരെ സമർപ്പിക്കുന്നു, ഡ്രൈവർമാരെ സമർപ്പിക്കുന്നു. ഓരോ തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പരാധീനവും അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിൽ ദൈവമക്കളുടെ മേലുള്ള അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, പരാജയങ്ങൾ വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, പ്രമോഷനുള്ള തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. നിത്യജീവനോടുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ കർത്താവെ. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറത്ത് സ്വർഗത്തിൽ പിതാവിനോട് കൂടെയുള്ള ഒരു പുത്തൻ ജീവിതത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിത്യജീവനോട് അഭിഷേകം നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരീശ്വര ചിന്തകൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് അമൃത. ഞാൻ മരിയാപുരത്തുനിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ചെവിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. സൗണ്ട് കേൾക്കായാലും ചിലപ്പോൾ പറയുന്നത് തിരിയില്ല. എന്നാൽ ഇന്നലത്തെ കൗൺസിലിങ്ങിന് എൻ്റെ ചെവിയിൽ തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതേ ഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ചെവി തുറന്നു. ചെറുപ്പം മുതലേ എന്ത് കംപ്ലൈൻ്റ് ആണ്? ചെവിക്ക് ചെറിയൊരു കേൾവിക്കുറവ്. അത് കേൾവിക്കുറന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയണത് മനസ്സിലാവില്ല, തിരിയില്ല. അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും തിരിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ എന്തുണ്ടായത്? ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ താമസസ്ഥല ധ്യാനം നടക്കുന്ന ഇന്നലെ ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഇന്നലെ വെഞ്ചരിച്ച എണ്ണ ചെവിയിലേക്ക് ഒഴിച്ചിട്ട് എഫാത്ത എന്ന് പറഞ്ഞു. അപ്പം തന്നെ ചെവി തുറന്നു. ഇത് എത്ര നാളായിട്ടുള്ള പ്രശ്നമാണ്? ഉറക്കെ പറ. ചെറുപ്പം മുതലേ ഉള്ളതാണ്. സ്വരം കേൾക്കും, പക്ഷെ പറയണ കാര്യം തിരിയില്ല. എന്നാൽ അത് ഇന്നലെ ഈ വെഞ്ചരിച്ച എണ്ണ ഒഴിച്ച് എഫാത്ത എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ തുറന്നു. ഈ പാച്ചൻ പറഞ്ഞൊക്കെ തിരിയണുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. സന്തോഷായോ? സന്തോഷായി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, അവിടുത്തെ സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്. കൈകൾ തോളിലിട്ട്, ആത്മാവിനാലാണ്. കൈകൾ തോളിലിട്ട്. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്.